ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിനോടൊപ്പം ഈ പുതിയ ദിവസം ആരംഭിപ്പാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്ലീഹന്മാരെ നിയോഗിക്കുന്ന വലിയ ശുശ്രൂഷയുടെ അനുഭവമാണ് നാം വായിച്ച് കേട്ടത്. ആരാണ് ഒരു സ്ലീഹൻ? ആരാണ് ഒരു ശിഷ്യൻ? സ്വയശിക്ഷണത്തിലൂടെയും ത്യാഗത്തിലൂടെയും അനുസരണത്തിലൂടെയും സഹനാനുഭവങ്ങളിലൂടെയും പക്വതയിലേക്ക് വളരുന്ന ജീവിതശൈലി ആർജിക്കുന്നവനാണ് ഒരു ശിഷ്യൻ. വിശ്വാസവും ജീവിതശൈലിയും ഒന്നിച്ച് ചേർന്ന് കൊണ്ടുപോകുന്നവൻ. യേശുവിൻ്റെ സ്ലീഹന്മാരെ പരിശോധിക്കുമ്പോൾ അവർ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായിരുന്നു. എന്നാൽ ജീവിതത്തിൽ അസാധാരണമായ സംഭവങ്ങൾ ദൈവം അവരെ കൊണ്ട് ചെയ്തെടുക്കുന്നതായി നാം കാണുന്നു. അവർ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതശൈലി പുലർത്തിയവരായിരുന്നു. ലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. സ്ലീഹന്മാരുടെ വിളി പരമപ്രധാനമാണ്. സമ്പൂർണ്ണ സമർപ്പണത്തിലേക്കുള്ള വിളിയായിരുന്നു അവരുടേത്. സ്വാർത്ഥ താൽപ്പര്യങ്ങളെ വിട്ട് ക്രിസ്തുവിനോടൊപ്പമുള്ള സമ്പൂർണമായ സമർപ്പണം. സാഹസികത നിറഞ്ഞ വിളിയായിരുന്നു. മറ്റൊന്നും ആലോചിക്കാതെ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിപ്പുറപ്പെട്ടവർ അവരുടെ ജീവിതം മുഴുവൻ ഈ സാഹസികത നിറഞ്ഞിരുന്നു. ക്രൂശിലേക്കുള്ള വിളി ലഭിച്ചവരാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം. ഈ വലിയ നിയോഗം ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തലപ്രവൃത്തി 1:8. ഈ വലിയ നിയോഗമാണ് സ്ലീഹന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുക, ക്രൂശ് വഹിക്കുക, തന്നെത്താൻ ത്യജിക്കുക, സ്വയം നൽകുന്ന സ്നേഹത്തിൻ്റെ വലിയ പ്രതീകം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നിന്നുള്ള വലിയ അധികാരപ്പെടുത്തലോടുകൂടിയാണ് ഈ ശുശ്രൂഷ അവർക്ക് നൽകുന്നത്. 28-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു അടുത്തെന്ന് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നിന്നുള്ള വലിയ അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ് സ്ലീഹന്മാരെ ഫരമേൽപ്പിച്ചത്. അതോടൊപ്പം ക്രിസ്തു ശിഷ്യരെ സൃഷ്ടിക്കുവാനുള്ള വലിയ നിയോഗമുണ്ട്. ആ യാത്രകളിൽ അവർ തനിച്ചല്ല, എല്ലാ നാളും കൂടെയുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം അവരോട് ഒപ്പമുണ്ട്. ബൊളീവിയയിൽ കൊല്ലപ്പെട്ട ഒരു പട്ടക്കാരൻ്റെ തീവ്രമായ വാക്കുകൾ ഇങ്ങനെയാണ്: അസാധ്യതയിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ ദൈവമേ ഞങ്ങളെ പരിശീലിപ്പിക്കുക. എന്തെന്നാൽ അസാധ്യതയ്ക്ക് പിന്നിൽ നിന്റെ കൃപയും സാന്നിധ്യവുമുണ്ട്. ഭാവി ഒരു പ്രഹേളികയാണെങ്കിലും വീഥികളെല്ലാം മൂടൽമഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നുവെങ്കിലും നിസ്സംഗതയിലേക്ക് ഞങ്ങൾക്ക് വീഴുവാനാവില്ല. ജീവിതങ്ങളെ വലിച്ചെറിഞ്ഞ ഈ പ്രക്രിയ വീണ്ടും തുടർന്നേ മതിയാകുകയുള്ളൂ. കാരണം ആയിരങ്ങളുടെ മനുഷ്യഹൃദയങ്ങളിലൂടെ നീ കരയുകയും ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നീ ഞങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുന്നുവല്ലോ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ,
ഭൂമിയുടെ അറ്റത്തോളം അങ്ങയുടെ സാക്ഷികളാകാനുള്ള വലിയ നിയോഗം നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള അധികാരത്തോടുകൂടി പുതിയ ക്രിസ്തു ശിഷ്യന്മാരെ സൃഷ്ടിപ്പാനുള്ള നിയോഗത്തോടുകൂടി ആ ക്രൂശിലെ വിളി ഏറ്റെടുക്കുവാനും സമ്പൂർണ്ണമായി സമർപ്പണത്തിലൂടെ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുവാനും ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേട്ട ഉത്തരമറിയണമേ. ആമേൻ.